ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡെയിലി 1000 രൂപ 2000 രൂപ നേടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റിലുള്ള മിക്കവർക്കും തന്നെ മെസ്സേജുകൾ കിട്ടാറുണ്ടല്ലേ. അതുപോലെ പലരും നമ്മളെ കോൾ ചെയ്യാറുണ്ട്. ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും അങ്ങനെയൊക്കെയാണ് ട്രൂ കോളറിൽ പേര് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കോൾസിൽ പോയി വീഴാതിരിക്കുക. അവർ പണം ആവശ്യപ്പെട്ടാൽ കൊടുക്കാതിരിക്കുക. നമുക്ക് അതുപോലുള്ള കോൾസ് ഒന്നും വേണ്ടാന്ന് പറയുക. അഥവാ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനികളുണ്ടെങ്കിൽ അവരുടെ ടിപ്സ് എടുക്കാം. അങ്ങനെയുള്ള ടിപ്സ് വരെ പരാജയപ്പെട്ടു പോകുന്നു. അതെടുത്തവർക്കറിയാം. അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഒരു 100% അക്യുറസിയോട് കൂടിയൊന്നും ഈ കോഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഇങ്ങനെയുള്ള കോഴ്സുകൾ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ട്രേഡ് ചെയ്തല്ല പൈസ ഉണ്ടാക്കുന്ന, മറിച്ച് അതുപോലുള്ള ടിപ്സുകൾ വിറ്റിട്ടാണ് ഇങ്ങനെയുള്ള ഏജൻസികൾ പൈസ ഉണ്ടാക്കുന്നത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടിപ്സ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ അക്യുറസി നമുക്ക് പരിശോധിക്കാം. മിക്ക ബ്രോക്കിംഗ് ഫേമും ഇങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും ഈ ഒരു വാണിംഗ് ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. നിങ്ങളിട്ട കമൻറ്റുകളെല്ലാം വായിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഫ്യൂച്ചറിനെ പറ്റിയും ഓപ്ഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലേക്ക് വരുന്ന പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അറിയത്തില്ല, ഈ കാര്യങ്ങൾ അറിയത്തില്ല. ഞാൻ ഒരുപാട് വർഷം മുമ്പ് ഷെയർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇൻട്രാഡേ വരെ ഉണ്ടെന്ന് അറിഞ്ഞത് ഷെയർ മാർക്കറ്റ് വന്ന് 1 വർഷം കഴിഞ്ഞ്. ഫ്യൂച്ചർ വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ല. ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ പറഞ്ഞതാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ടെക്നിക്കൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ സക്സസ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും എന്നല്ലാതെ 100% സക്സസ്സിലൊന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ടിപ്പിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഈ വ്യാജ ടിപ്പുകളുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് 100% ആണ് പ്രോഫിറ്റബിലിറ്റി. അല്ലെങ്കിൽ ഇങ്ങനെ പറയും 99.99% പ്രോഫിറ്റബിലിറ്റി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് തന്നെ ഒരു 10,000 രൂപ ഇട്ടിട്ട് കോടികൾ ഉണ്ടാക്കാമായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഓപ്ഷൻ എന്നുള്ളതാണ്. എൻ്റെ പഴയ ചാനലിൽ ഓപ്ഷൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഓപ്ഷനിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും മനസ്സിലാവണം എന്താണ് ഓപ്ഷൻ എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പോൾ ഓപ്ഷൻ്റെ ബൈബിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ചെയിനെയാണ്. ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ പലതരം സ്ട്രൈക്ക് പ്രൈസുകളും അതിൻ്റെ പ്രീമിയവും അടങ്ങുന്നതാണ് ഓപ്ഷൻ ചെയിൻ. അതിന് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്തും ഉണ്ടാകും. പ്രീമിയത്തിൻ്റെ പ്രൈസ് ഉണ്ടാകും, സ്ട്രൈക്ക് പ്രൈസും ഉണ്ടാകും. അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട എക്സ്പയറി ഡേറ്റും കൂടി ഉണ്ടാവും. നമുക്ക് ഈ ഓപ്ഷൻ ചെയിൻ എടുക്കാൻ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ് നമ്മുടെ NSE ഇന്ത്യ തന്നെയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൈറ്റാണത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് NSE ഇന്ത്യയിൽ ലോഗിൻ ചെയ്ത് കയറാം. സ്റ്റോക്കിന്റെയും ഇൻഡെക്സിന്റെയും ഓപ്ഷൻ ചെയിൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് നിഫ്റ്റി എന്ന ഇൻഡെക്സിൽ നിഫ്റ്റി 50 50 സ്റ്റോക്കുകളാണുള്ളത്. അപ്പോൾ ഈ ഇൻഡെക്സിന്റെ ഓപ്ഷൻ ചെയിൻ ഒന്ന് പരിചയപ്പെടാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എല്ലാ കോളത്തെയും മൊത്തത്തിൽ നമ്മൾ കോൾ ഓപ്ഷൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതിനെ പുട്ട് ഓപ്ഷൻ എന്നും വിളിക്കാം. ഓപ്ഷൻ ചെയിൻ എടുക്കുമ്പം മുകളിൽ എക്സ്പയറി ഡേറ്റ് എന്ന ഭാഗം കാണും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആ കാണുന്ന ഡേറ്റ് വരെ നമ്മൾ എടുക്കുന്ന കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ട് അനുയോജ്യമായ എക്സ്പയറി ഡേറ്റ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് നിഫ്റ്റിയുടെ 9 ജാനുവരി 2020 ആണ്. അതായത് നാളെ. ഞാൻ വീഡിയോ ചെയ്യുന്ന 8-ാം തീയതിയാണ്. എപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി അപ്ലോഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ ഡേറ്റ് കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ആയിട്ട് കമ്പയർ ചെയ്താൽ മതി, നോ പ്രോബ്ലം. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ അനുയോജ്യമായ ആ എക്സ്പയറി ഡേറ്റ് തിരഞ്ഞെടുക്കുക. ഇനി കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 തരം ട്രേഡിങ്ങുകൾ ഇവിടെ ചെയ്യാം. 1 ഓപ്ഷൻ ബൈ ചെയ്യാം, 2 ഓപ്ഷൻ സെല്ല് ചെയ്യാം. പുട്ട് ഓപ്ഷനിലും അങ്ങനെ തന്നെ ബൈയും സെല്ലും ഉണ്ട്. പലർക്കും ആ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണെന്നും, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സാധനം താഴേക്ക് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മെത്തേഡാണെന്നും പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഇൻഡെക്സോ സ്റ്റോക്കോ മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സോ സ്റ്റോക്കോ താഴേക്ക് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ. ഇവിടെ മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. ഓപ്ഷൻ റൈറ്റിംഗ് എന്നാണ് ആ മെത്തേഡിന്റെ പേര്. ഓപ്ഷൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഓപ്ഷൻ സെല്ലിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കോൾ ഓപ്ഷൻ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇൻഡെക്സോ സ്റ്റോക്കോ ഏതാണോ നമ്മൾ സെല്ല് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് താഴേക്ക് പോകണം, പ്രൈസ് ഇടിയണം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പം ആ ഇൻഡെക്സിൻ്റെയോ സ്റ്റോക്കിൻ്റെയോ പ്രൈസ് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇതാണ് ഓപ്ഷൻ റൈറ്റിങ്ങും
ഓപ്ഷൻ ബൈയിങ്ങും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത്. അത് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും കോമൺ ആയിട്ടാണ് സ്ട്രൈക്ക് പ്രൈസ് വരുന്നത്. ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും LTP എന്ന്. LTP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസാണ്. ഈ പ്രൈസ് പ്രീമിയത്തിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ നിഫ്റ്റിയുടേതാണെങ്കിൽ ട്രേഡിംഗ് പ്രൈസ്, ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എത്രയോ അത് ഇൻറ്റു നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി 75 ക്വാണ്ടിറ്റി, അതുകൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ LTP എന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസാണ് LTP. ഈ പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സംഖ്യയാണ് ആ പ്രീമിയം വാങ്ങാനുള്ള കോസ്റ്റ്. സെല്ല് ചെയ്യാൻ അതുപോരാ, അതിൻ്റെയും ഒരുപാട് ഇരട്ടി വേണം. അതെന്തുകൊണ്ടാണ് എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റിനുള്ള പോസിബിലിറ്റി 10% ഉള്ളൂ. എന്നിട്ടും ആൾക്കാർ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് അതിന് കുറച്ച് പൈസ മതി എന്നതുകൊണ്ടാണ്. എന്നാൽ ഓപ്ഷൻ സെല്ല് ചെയ്താൽ പ്രോഫിറ്റബിലിറ്റി വളരെ കൂടുതലാണ്. 90% പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കുള്ള ലോസ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പ്രോഫിറ്റബിലിറ്റിയാണ്. ഈ പ്രോഫിറ്റബിലിറ്റി എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടാം. അൺലിമിറ്റഡ് ചാൻസ് ഉണ്ട് അവിടെ, പക്ഷേ വിന്നിങ് ചാൻസ് 10% ഉള്ളൂ. ഓപ്ഷൻ സെല്ലിങ്ങിന് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഇല്ല. നമ്മൾ മുടക്കിയ പ്രീമിയം, നമ്മൾ ഏത് പ്രീമിയത്തിൻ്റെയാണോ സെല്ല് ചെയ്തത്, മാക്സിമം ആ പ്രീമിയം ഇൻറ്റു ക്വാണ്ടിറ്റി, ഇത്രയും പ്രൈസ് കിട്ടാനേ സാധ്യതയുള്ളൂ. ഇതിൽ കൂടുതൽ ₹1 പോലും നമുക്ക് കൂടുതൽ കിട്ടില്ല. എന്നാൽ റിസ്കോ അൺലിമിറ്റഡ് റിസ്കോ ഉണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഓപ്ഷൻ സെല്ലിങ്ങിന് അൺലിമിറ്റഡ് റിസ്ക് ഉണ്ട് എങ്കിൽ കൂടി പ്രോഫിറ്റിനുള്ള ചാൻസ് 90% ആണ്. വളരെ നന്നായിട്ട് പേപ്പർ ട്രേഡിങ് സ്റ്റഡിയും ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഓപ്ഷൻ സെല്ല് ചെയ്യാവുള്ളൂ. അതേസമയം ഓപ്ഷൻ ബൈ ചെയ്യാൻ അത്രയൊന്നും ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, പൈസയും കുറച്ച് മതി. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, SGS നിഫ്റ്റി, സിംഗപ്പൂർ നിഫ്റ്റി എന്ന് വിളിക്കും. നമ്മുടെ ഈ നിഫ്റ്റി തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ് ഒരുക്കിയേക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് സിംഗപ്പൂർ നിഫ്റ്റി അഥവാ SGS നിഫ്റ്റി. ഇവിടെ ഈ ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ഒന്നും നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വിവരമില്ലാത്തതുകൊണ്ടാണോ? തീർച്ചയായിട്ടും അല്ല. അവർക്കാണ് വിവരം കൂടുതൽ. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് അവരാണ്, നമ്മളല്ല. നമ്മുടെ പാർട്ടിസിപ്പേഷനൊക്കെ വളരെ കുറവാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. അവർ ഓപ്ഷൻ ബൈ ചെയ്യാൻ തയ്യാറല്ല. ഇത് സെല്ല് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇതാരെങ്കിലും ബൈ ചെയ്യണ്ടേ? അപ്പം ബയ്യേഴ്സ് ഇല്ല. SGS നിഫ്റ്റിയിൽ ബയ്യേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഓപ്ഷൻ്റെ ട്രേഡിങ് നടക്കാത്തത്. അതിന് ഇവരെല്ലാം കൂടെ കൂട്ടത്തോടെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ ഒറിജിനൽ നിഫ്റ്റി ഉണ്ടല്ലോ, ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ട്രേഡ് ചെയ്യും. അത് നിഫ്റ്റി മാത്രമല്ല, സ്റ്റോക്കിലും ഒക്കെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടാണ് ട്രേഡ് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. കുറച്ച് പൈസ മതി, ഭയങ്കരമായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അതവർക്കറിയാം. അതുകൊണ്ട് അവരിവിടെ വന്നിട്ട് അവർ ബൈ ഒന്നും ചെയ്യില്ല. ഓപ്ഷൻ ബൈ എന്ന് പറഞ്ഞ സാധനമേ അവരുടെ നിഘണ്ടുവിലില്ല. അവരുള്ളി സെല്ലിങ്, ഓപ്ഷൻ സെല്ല് മാത്രമേ അവർ ചെയ്യുള്ളൂ. ബൈ ചെയ്യുന്നതൊക്കെ നമ്മളാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബയ്യേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്, ട്രേഡ് നടക്കും. ഈ ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾക്ക് കുറച്ച് കളർ വേരിയൻസ് ഒക്കെ കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ചിട്ടാണ് വരുന്ന വീഡിയോകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ചെങ്കിലും ഒരു ഐഡിയ ഓപ്ഷനെ പറ്റി നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു വീഡിയോയിൽ എല്ലാം കൂടെയും പറഞ്ഞാൽ ആർക്കായാലും ബോറടിക്കൂലേ. അതുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോയുടെ ബാക്കി ഭാഗം കമൻറ്റുകൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.